നമസ്കാരം. ബിഗ് ബോസ് ബിഗ് ബോസിനകത്ത് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ഒരു വിഷയം, അതിനെക്കുറിച്ചാണ് എനിക്കിന്ന് പറയാനുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഈ വോട്ടിംഗ് എങ്ങനെയാണെന്നോ ഏത് രീതിയിലാണ് ഇവരുടെ വോട്ടിംഗ് കിട്ടുന്നതെന്നോ ഒന്നും നമുക്കൊരു ഐഡിയയും ഇല്ല. ശരിക്കും അവർ എവിക്ഷന് മുമ്പ് സസ്പെൻസ് പോകും എന്ന് പറഞ്ഞ് അവർക്ക് പറയാം. എവിക്ഷൻ കഴിഞ്ഞെങ്കിലും ഓരോരുത്തർക്കും കിട്ടിയ വോട്ട് ഒഫീഷ്യലായിട്ട് അവരത് ഒന്ന് പ്രസിദ്ധപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം ബിഗ് ബോസിനുണ്ട്. അതില്ലാത്തടത്തോളം കാലം നമ്മൾ ആരോപണങ്ങൾ കാണുമ്പോൾ പൊരുത്തപ്പെടായിക കാണുമ്പോൾ ആരോപണങ്ങൾ ഉന്നയിക്കും. അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം എല്ലാവരെയും വിളിച്ച് ബിഗ് ബോസ് ഒരു ചെറിയൊരു മോട്ടിവേഷനും ഒക്കെ നടത്തി. അതിനകത്ത് ആദിലയും നൂറയും, ശരിക്കും പറഞ്ഞാൽ ആദില അമ്പേ പുറത്തു പോകേണ്ട സമയം കഴിഞ്ഞു. നൂറയ്ക്ക് കുറച്ചുകൂടെ ഫാൻസ് ഉണ്ട്. അമ്പേ പുറത്തു പോകേണ്ട സമയം കഴിഞ്ഞു. 1.5 മണിക്കൂറിലധികം ആദിലയും നൂറയും ബിഗ് ബോസ് വിളിച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷമാണ് അനുമോളുമായിട്ട് വലിയ യുദ്ധം നടന്നതും പിരിഞ്ഞതും ഒക്കെ. അപ്പം ഈ പെട്ടി കൊടുത്ത് ആദിലെ പറഞ്ഞു വിടാനുള്ള പരിപാടിയായിരുന്നു. അത് ശരിയായില്ല. നൂറ ടോപ്പ് 5 വന്നു. ആദില ഈ പ്രാവശ്യം എവിക്റ്റ് ചെയ്യും എന്നുള്ള ഒരു തീരുമാനം ആയെന്ന് തോന്നുന്നു. അതിനകത്ത് നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, എപ്പോഴൊക്കെയോ ഞാൻ ലൈവ് കാണുന്ന സമയത്ത് ആദിലയും നൂറയും കൂടെ പറയുന്നുണ്ട്, മറ്റേ കാര്യം നമുക്ക് ഡ്രസ്സിംഗ് റൂമിലിരുന്ന് നമുക്ക് എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം, നമുക്ക് തീരുമാനമെടുക്കാം എന്ന് പല പ്രാവശ്യം. അത് എന്താണെന്നൊന്നും ബിഗ് ബോസ് നമ്മളെ കാണിക്കുന്നുമില്ല, പറയുന്നുമില്ല. പക്ഷേ ഇത് പല പ്രാവശ്യം പറയുന്നതും ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. പക്ഷെ അത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ചിലപ്പോൾ ഞാൻ ഓർത്ത് ഞാൻ കാണാത്ത എന്തെങ്കിലും ഭാഗത്തെ കാര്യമായിരിക്കും. പക്ഷേ ഇപ്പം ഈ സോഷ്യൽ മീഡിയയിൽ ഓരോ വാർത്തകൾ വരുന്ന കാണുമ്പോഴാണ് എനിക്കിപ്പം മനസ്സിലാവുന്നത് ഇത് ആ കാര്യത്തെ, അതായത് ബിഗ് ബോസ് പറഞ്ഞ എന്തോ ഒരു കാര്യത്തെക്കുറിച്ചാണ്. അതായത് ഈ ആഴ്ച ആദില പുറത്തു പോകും. ആദില പുറത്തു പോയാൽ ഈ പറഞ്ഞ പോലെ ഇത്രയും പൈസ ഇപ്പം കിട്ടി, ഏകദേശം 4 ലക്ഷം രൂപയോളം കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ പുറത്തു പോയാൽ നൂറയ്ക്ക് വേണ്ടിയിട്ട് മാക്സിമം വോട്ട് പിടിക്കാൻ ആദിലയ്ക്ക് സാധിക്കും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അതിനു വേണ്ടിയിട്ട് അപ്പം ആദില ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, എനിക്ക് പോകണം എന്നില്ല നൂറ, എനിക്ക് പോകണം എന്നില്ല ബേബി, എനിക്ക് പോകണം എന്നില്ല. അപ്പം നൂറ പറയുന്നുണ്ടോ, നാടകീയമായിട്ടാണ് പറയുന്നത്, നിനക്ക് ഇവിടെ നിൽക്കാനുള്ള ഇതൊക്കെ ഉണ്ട്, നമുക്ക് നോക്കാം അങ്ങനെയാന്നൊക്കെ. അതൊക്കെ വെറും നാടകീയമായിട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഒട്ടും ഉള്ളിൽ കൊണ്ടുകൊണ്ടുള്ള പറച്ചിലല്ല. പക്ഷെ അവർ തമ്മിലുള്ള പ്രണയരംഗങ്ങൾ കാണിക്കുന്നു ബിഗ് ബോസിനകത്ത്. നല്ല ഹൈലൈറ്റ് ആയിട്ട് കാണിക്കുന്നു അവർ തമ്മിലുള്ള പ്രണയരംഗങ്ങളൊക്കെ. കുറച്ച് ദിവസമായിട്ട് കൂടുതൽ കാണിക്കുന്നു. ഈ 100 ദിവസം നിന്നിട്ടും കാണിക്കാത്തതൊക്കെ ഇപ്പം ഈ 2-3 ദിവസമായിട്ട് ബിഗ് ബോസ് കാണിക്കുന്നത് എന്തിനാണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. സത്യം പറഞ്ഞാൽ അതൊന്നും ഇത്ര ലൈവായിട്ട് കാണിക്കരുത്. കാരണം പെൺകുട്ടികൾ ഇപ്പോഴേ തന്നെ പറിച്ചു തുടങ്ങി, ഞാൻ ലെസ്ബിയൻ ആണെന്ന് എനിക്ക് സംശയമുണ്ട് പോലും. അങ്ങനെയൊക്കെ ചോദിക്കുന്ന പെൺകുട്ടികളുണ്ടെന്നൊക്കെയാണ് ഇപ്പോൾ പറയാൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് സംഭവം എന്ന് നമുക്കറിയില്ല. ബിഗ് ബോസ് തന്നെ ഇതിനൊരു മറുപടി പറയേണ്ടതാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു?